നടൻ വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ വ്യാജമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. രാത്രി 11 മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. മറ്റു തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ സുഭാഷ് കൽപ്പത്തി 24-നോട് പറഞ്ഞു. ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ് വിനായകന് ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തി എന്ന തരത്തിൽ വാർത്ത വന്നത്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തി ക്ഷേത്രത്തിലെത്തിയ നടൻ വിനായകന് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി തള്ളുകയാണ് ക്ഷേത്രം ഭാരവാഹികളും ഇവിടുത്തെ ജനപ്രതിനിധികളും. ഇപ്പോൾ ഇവിടുത്തെ 6-ാം വാർഡിലെ കൗൺസിലർ സുഭാഷ് കൽപ്പാത്തി നമ്മളോടൊപ്പം ഉണ്ട്. ഇതെന്നാണ് ഈ സംഭവം ഉണ്ടായത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 13-ാം തീയതി രാത്രി 11 മണിക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ വിഷയമാണ്. മീഡിയക്കാർ ഒരുപാട് പേര് എന്നെ ഇന്നലെ രാവിലെ വിളിക്കണ്ടായി. 14-ാം തീയതി ഇന്നലെ രാവിലെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം രാത്രി ഒരു 11 മണിക്ക് ഈ വഴി വരികയും തുപ്പിയൊക്കെ വെച്ച് അറിഞ്ഞില്ല, നടനാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ സമയത്തെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട്, വിനായകൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഏതാ ഈ പൊട്ടെന്ന് അദ്ദേഹത്തെ ചോദിച്ചു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഞാനല്ല പൊട്ടൻ, നിങ്ങളാണെന്ന് എന്തോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വണ്ടിയിൽ നിന്ന് വേഗം ഇറങ്ങുകയും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പം തന്നെ അദ്ദേഹം പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് പിന്നെ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എല്ലാവരും പിരിച്ചുവിട്ട് എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയതാണ്. അതിനുശേഷം ഇന്നലെ എറണാകുളത്തുള്ള ഒരു ഓൺലൈൻ മീഡിയ കൽപ്പാത്തിയിൽ വിനായകന് വിലക്ക് ചോദിച്ച ഒരു ഹെഡിങ്ങോടുകൂടെ ഒരു വീഡിയോ ഞാൻ ഓൺലൈനിൽ കാണാനിടയുണ്ടായി. പക്ഷേ ശുദ്ധ അസംബന്ധമാണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഇത് വെറുതെ കൽപ്പാത്തിയും ഇതേപോലെ ഇവിടെയുള്ള ജനങ്ങളെയും കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തന്നെ പറയൂ, ഈ 11 മണിക്ക് നട്ടപ്പാതിരിക്കാണോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഒരാൾ വരിക? അമ്പലം തുറന്നിരിക്കുക. ഉത്സവകാലങ്ങളാണെങ്കിൽ ശരി, സാധാരണ വൈകിട്ട് 5 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് അത്താഴ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണിക്ക് നട അടയ്ക്കുന്നതാണ്. ഈ നട്ടപ്പാതിരിക്ക് 11 മണിക്കാണോ ഒരു തൊഴാൻ വേണ്ടി വരുന്നത്? അതാണ് ബേസ് ചെയ്തിട്ടാണ് ആ ഓൺലൈൻ മീഡിയ വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല. ഇവിടെയുള്ള ആരെങ്കിലും അതിൽ പരാതിപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇവിടെ ആരും പരാതിപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ആ നടൻ തന്നെയാണ് ഈ പോലീസിനെ വിളിച്ചതും പോലീസ് വരികയും പോലീസിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന്. പക്ഷേ ഈ വാർത്ത ഈ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള തരത്തിൽ പുറത്തു വന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളുമൊക്കെ വ്യക്തമാക്കുന്ന കാര്യം.